പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സെയിൻസിന്റെ 268 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ അഗ്രിക്കോളസിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ ഗ്രിഗറിയെക്കുറിച്ചാണ്. AD 540 റോമിലാണ് ഗ്രിഗറിയുടെ ജനനം. 30 വയസ്സ് തികയുന്നതിന് മുമ്പായി സെനറ്ററായും റോമിലെ മുഖ്യ ന്യായാധിപനായും ഗ്രിഗറി സേവനമനുഷ്ഠിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഉദ്യോഗങ്ങളെല്ലാം രാജിവെച്ച് ഒരു സന്യാസിയായി. സ്വന്തം ഭവനം ഒരു ബെനഡിക്റ്റൻ മഠമാക്കി മാറ്റുകയും മറ്റ് 6 ആശ്രമങ്ങൾ കൂടി സ്ഥാപിക്കുകയും ചെയ്തു. 50-ാമത്തെ വയസ്സിൽ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 590 മുതൽ 604 വരെയുള്ള 14 വർഷ കാലഘട്ടത്തിൽ അദ്ദേഹം സഭയ്ക്ക് വേണ്ടി അനേകം നേട്ടങ്ങൾ കൈവരിച്ചു. ബ്രിട്ടീഷ് കുട്ടികളെ അടിമകളാക്കി റോമിൽ വിൽക്കുന്നുണ്ടെന്നറിഞ്ഞ സന്ദർഭത്തിൽ കാന്റർബറി കത്തീഡ്രൽ ആശ്രമ മഠത്തിലെ വിശുദ്ധ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള 40 സന്യാസിമാരെ മാലാഖ കുഞ്ഞുങ്ങളെ മാലാഖമാരാക്കാൻ അദ്ദേഹം യാത്ര അയച്ചു. ഇംഗ്ലണ്ടിന്റെ ക്രിസ്തീയവൽക്കരണത്തിന് ആ രാജ്യം ഗ്രിഗറി മാർപ്പാപ്പയോട് കടപ്പെട്ടിരിക്കുന്നു. കാർക്കശ്യക്കാരനായ ലോമാഡുകൾ ആക്രമണത്തിലൂടെ യൂറോപ്പിൽ ഒരു ദുർസ്ഥിതി സൃഷ്ടിച്ച സാഹചര്യത്തിൽ അവരെ വിജയകരമായി കൈകാര്യം ചെയ്യാൻ പോപ്പിന് കഴിഞ്ഞു. റോം തന്നെ ആക്രമണ ഭീഷണിയിലായിരുന്നപ്പോൾ അദ്ദേഹം നേരിട്ട് ലൊംബാർഡ് രാജാവിനെ സന്ദർശിച്ചു. അതുപോലെ തന്നെ പുരോഹിതരുടെ വിശുദ്ധിയും സഭയിലെ അച്ചടക്ക പരിപാലനവും റോമിലെ ദൈവജനത്തിന്റെ ഭൗതിക ആവശ്യങ്ങളും ആഗോള വിശ്വാസ സമൂഹത്തിന്റെ ആത്മീയ ആവശ്യങ്ങളും അദ്ദേഹം ഒരേ സമയം ഒരുപോലെ സംരക്ഷിച്ചിരുന്നു. സഭാ കർമ്മങ്ങൾക്ക് പണം വാങ്ങുന്ന സമ്പ്രദായം അദ്ദേഹം വിലക്കി. ലൊംബാർഡുകൾ പിടിച്ചുവച്ചിരിക്കുന്ന തടവുകാരെ മോചിപ്പിക്കുന്നതിനും പീഡിതരായ യഹൂദരെയും പ്ലേഗും ക്ഷാമവും മൂലം കഷ്ടപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്നതിനും അദ്ദേഹം സ്വന്തം ഖജനാവ് കാലിയാക്കി. ഇപ്രകാരമുള്ള സൽക്കർമ്മങ്ങളാൽ അദ്ദേഹം നഗരത്തിന്റെ പിതാവ്, ലോകത്തിന്റെ സന്തോഷം എന്ന നാമവിശേഷണങ്ങളാൽ പ്രശംസിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ മറ്റൊരു നേട്ടം ദേവാലയ ആരാധനാ പാഠപുസ്തക പരിഷ്കരണമാണ്. ഇന്ന് പള്ളികളിൽ ചൊല്ലുന്ന പല മനോഹരമായ പ്രാർത്ഥനാ വരികളും അദ്ദേഹം രചിച്ചവയാണ്. അതിസൂക്ഷ്മമായി ശാസ്ത്രീയമായി നിർണ്ണയിക്കപ്പെട്ട ലളിതഗാനങ്ങൾ എന്നറിയപ്പെടുന്ന പ്രസിദ്ധ സ്തുതിഗീതങ്ങൾ ക്രിസ്ത്യൻ സംഗീതത്തിന് ഈ മഹാനായ പോപ്പ് നൽകിയ വിലപ്പെട്ട സംഭാവനയായി ബഹുമതിക്കപ്പെടുന്നു. മധ്യകാലഘട്ടത്തിലെ വിശ്വാസികളെ ഏറെ സ്വാധീനിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ വേദപുസ്തക വ്യാഖ്യാനങ്ങൾ. 604 മാർച്ച് 12 മഹാനായ വിശുദ്ധ ഗ്രിഗറി ദിവംഗതനായി. റോമിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലാണ് കബറിടം സ്ഥിതി ചെയ്യുന്നത്. ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ് രാജ്യങ്ങൾ, ഗായകസംഘ ബാലകർ, വിദ്യാഭ്യാസ പ്രവർത്തകർ, രക്തവാത രോഗികൾ, കൽപ്പണിക്കാർ, സംഗീതജ്ഞന്മാർ, ഗായക സംഘങ്ങൾ, പാട്ടുകാർ, കല്ലുവെട്ടുകാർ, അധ്യാപകർ, മാർപ്പാപ്പമാർ, വിദ്യാർത്ഥികൾ, പണ്ഡിതന്മാർ, പ്ലേഗ് പ്രതിരോധം, രക്തവാത പ്രതിരോധം, ജ്വരപ്രതിരോധം എന്നിവയുടെ മധ്യസ്ഥ സഹായകനായി വിശുദ്ധ ഗ്രിഗറിയെ വണങ്ങുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. ഓരോ നിമിഷവും സന്തോഷിക്കുകയും പരാതി പറയാതിരിക്കുകയും എല്ലാ കാര്യത്തിലും നന്ദി പറയുകയും ചെയ്യുന്ന വ്യക്തിക്ക് ദുഃഖം അനുഭവപ്പെടുന്നത് അപൂർവമായിരിക്കും. ഏവർക്കും നന്ദി.